ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ബോട്ടിൽ ക്രാഫ്റ്റ് ഒരു വെറൈറ്റി ക്രാഫ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോട്ടിലൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഞാനിവിടെ ജെസ്സോ അപ്ലൈ ചെയ്യുകയാണ്. ജെസ്സോ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. പെയിൻ്റ് ഒന്നും ഇളകി പോകാതിരിക്കാനും ബോട്ടിൽ നല്ലൊരു സ്മൂത്തൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ ജെസ്സോ അപ്ലൈ ചെയ്യുന്നത്. ജെസ്സോ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് ഇടാം, ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ ജെസ്സോ ഒക്കെ അപ്ലൈ ചെയ്യുക. അതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം. ഏകദേശം ഒരു 10-20 മിനിറ്റിനുള്ളിൽ നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടും കേട്ടോ. ജെസ്സോ എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ കോട്ട് ജെസ്സോ മാത്രമേ ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബോട്ടിലെ ജെസ്സോ അപ്ലൈ ചെയ്തതെല്ലാം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ആക്രിലിക് പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. ഞാനൊരു റെഡ് കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കലാബോധത്തിനനുസരിച്ച് കളർ അടിച്ചു കൊടുക്കുക. ഫസ്റ്റിൽ ഞാൻ റെഡ് കളർ അടിച്ചു കൊടുക്കുകയാണ്. ഒരു കോട്ട് അടിച്ചു. ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഒരു കോട്ടും കൂടെ അടിക്കുന്നുണ്ട്. അങ്ങനെ 2 കോട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് കോട്ട് അടിച്ച് നമുക്കൊന്ന് ഡ്രൈ ആക്കാൻ വെക്കാം. അതിനുശേഷം ഒരു കോട്ടും കൂടെ അടിക്കുന്നുണ്ട്. അപ്പം 2 കോട്ടൊക്കെ അടിച്ച് കംപ്ലീറ്റ് ആക്കി നല്ലത് ഡ്രൈ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ബോട്ടിൽ പിടിക്കുമ്പോൾ തന്നെ നല്ല സുഖമാണ്, നല്ല സ്മൂത്തായിട്ടിരിക്കും. ഇന്നത്തെ ക്രാഫ്റ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള തുണിയാണ്, ഒരു ലേസാണ്. ഇത് എന്ന് വെച്ചാലും എൻ്റെ ഒരു സ്കേർട്ടിൻ്റെ ലൈനിങ് ആണ് ഇത് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ആ സ്കേർട്ട് ചീത്തയായി പോയപ്പോൾ ഇതിൻ്റെ ലൈനിങ് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പം ഞാനിത് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബോട്ടിൽ ക്രാഫ്റ്റിൻ്റെ എടുത്തതാണ്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ലേസ് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും ആ ലേസ് കാണാൻ. നല്ല കളർഫുള്ളായിട്ടുള്ള ലേസും നല്ല ഡിസൈൻ ടൈപ്പിലുള്ള ലേസൊക്കെ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിലും അതായത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനൊക്കെ നല്ല വിലയായിരിക്കും. അപ്പോൾ ഇത് എന്തായാലും നമ്മുടെ തുണിയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ തുണിയിലൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ലേസൊക്കെ കാണും കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊക്കെ കീറിപ്പോയാലും നമുക്കിങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നമുക്ക് ബോട്ടിലൊക്കെ ഒട്ടിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പം ഇത് തുണിയിൽ നിന്ന് എടുത്തതായതുകൊണ്ട് കുറച്ചൊരു ഭംഗിക്കുറവുണ്ടായിരിക്കും. അപ്പം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ ബോട്ടിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 3 പാർട്ടായിട്ടാണ് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ ഒരു വലിയൊരു പാർട്ട് എടുക്കുക. അപ്പം ഞാനത് കട്ട് ചെയ്തേക്കുന്നത് കണ്ടല്ലോ. ഇനി ഇത് നമ്മൾ ഒന്ന് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഫെവിക്കോളോ ഏതായാലും മതി കേട്ടോ. ഇപ്പം ഞാനിത് എടുത്തേക്കുന്നത് ഒരു ഫെവിക്വിക്കാണ്. ഏത് പശയും നമുക്ക് ഇത് ഒട്ടിക്കാൻ യൂസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഷേപ്പിൽ കട്ട് ചെയ്ത് ബോട്ടിലേക്ക് ഒട്ടിക്കുക. അപ്പോൾ ആദ്യത്തെ പരിപാടി ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. താഴത്തെ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്തതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ഭാഗം എടുത്തിട്ട് നേരെ അങ്ങ് കട്ട് ചെയ്ത് പോവാണ് കേട്ടോ. അളവൊന്നുമില്ല, എൻ്റെ ഒരു കണക്കുകൂട്ടുന്ന അളവിന് ഞാനങ്ങ് നേരെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു 3 പീസാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു വലിയ പീസ് പിന്നെ 2 ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ബോട്ടിലിൽ ഞാൻ വെച്ച് നോക്കി, ആവശ്യമില്ലാത്ത ഭാഗം ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് കറക്റ്റ് ഭാഗം എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഉടുപ്പിൽ നിന്നൊക്കെ എടുക്കുന്ന ആയതുകൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറിയിരിക്കും. കറക്റ്റിന് ആ കട്ട് ചെയ്യുന്ന രീതിയൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ലേസ് അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നല്ലതുപോലെ കിട്ടും. ഇപ്പം നമ്മൾ ഡ്രസ്സിൽ നിന്ന് എടുക്കുന്ന ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ഭംഗിക്കുറവൊക്കെ ഉണ്ടാവും. ഇപ്പം നൂലൊക്കെ വലിഞ്ഞൊക്കെ ആയിരിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ കളയണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ക്രാഫ്റ്റിലേക്ക് എടുത്തത്. അപ്പം ഞാൻ ബോട്ടിലേക്ക് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുള്ളല്ല, ഒരു 4 പീസ് മുകളിൽ നിന്ന് താഴേന്ന് മുകളിൽ വരെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടി ഡെക്കറേഷന് വേണ്ടിയിട്ട് പൂക്കൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ പൂക്കളൊക്കെ വാങ്ങിച്ചേക്കുന്നത് ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഞാൻ എന്തൊക്കെ സാധനം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ഒരു ഭംഗി എന്തായാലും ലേസ് മാത്രമായിട്ട് ഇരിക്കുമ്പോൾ ഒരു ഭംഗി തോന്നിയെന്നില്ല. അപ്പോൾ നമുക്ക് പൂക്കളും കൂടി ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇത് ടെഡി ബിയറിൻ്റെ കഴുത്തിയിരുന്ന ഒരു റിബണായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ചപ്പോൾ കുറച്ചും കൂടെ ഭംഗി കിട്ടി. ഇപ്പോൾ റിബണൊന്നും പന്ന ഒരു ടെഡി ബിയർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കഴുത്തിയിരുന്ന റിബൺ എന്തായാലും കളയണ്ട, അപ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതും അവിടെ ഇരുന്നോട്ടെ അല്ലേ. റിബൺ ഇങ്ങനെ നമുക്ക് ചെയ്ത് എടുക്കാം.
അപ്പോൾ ദേ നമ്മുടെ ക്രാഫ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ വേസ്റ്റായി കളയുന്ന തുണികൾ കൊണ്ട് നമ്മുടെ ബോട്ടിലിനെ അടിപൊളിയാക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും പറയുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ആരും പോകരുത്, നമുക്ക് കുറേ പേർക്ക് ഇന്ന് ഹായ് പറയാനുണ്ട്. അസീമ, തസ്ലീമ, ഷിക, അഭിനിത, നഹന, അനാമിക, ലുല്ലു ഷെറിൻ, ഷിഫ, സാറ, ഷിഫ്ന, അൽഫിയ, റിനു, അനീഷ, സനു. അപ്പം ഇത്രയും പേർക്കാണ് ഇന്ന് ഹായ് പറയേണ്ടത്. അപ്പം എല്ലാവരും പേര് കേട്ടെന്ന് വിചാരിക്കുന്നു. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ അത് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ആ ഒരു പിക്ചർ അയച്ചു തരിക. അയച്ചു തരേണ്ട ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. പുതിയ വീഡിയോസായിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.